ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമുക്ക് ജൂറിക്സിൻ്റെ അകത്തുള്ള ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ അകത്തുള്ള എന്താണ് ഷെഡ്യൂൾസ് പഠിക്കും. ഷെഡ്യൂൾസ് എന്തെന്ന്. അപ്പം ഈ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് വന്നത് 1940-ലും അതിൻ്റെ റൂൾസ് വന്നത് 1945-ലും. ഇതിൽ നമുക്ക് ഷെഡ്യൂൾ എച്ചും H1 എന്താണ് ഇതിനൊരു ഡിഫറൻസ്? ഷെഡ്യൂൾ H1 എന്ന് പറയുമ്പോൾ നമ്മൾ തേർഡും ഫോർത്ത് ജനറേറ്ററുള്ള ആൻറ്റിബയോട്ടിക്സും പിന്നെ ചില ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടുള്ള സൈക്കാട്രിക് ഡ്രഗ്സുകളും പിന്നെ അതിൻ്റെ അകത്ത് ആൻറ്റി ട്യൂബർക്യുലോസിസ് ഡ്രഗ്സാണ് ഷെഡ്യൂൾ എച്ച്. അതുമാത്രമല്ല ഷെഡ്യൂൾ എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് തന്നെ മോസ്റ്റ് ഓഫ് ആൻറ്റിബയോട്ടിക്സും എല്ലാം ഇതിൻ്റെ അകത്ത് വരും. പക്ഷേ ഇതിൻ്റെ ഒരു റൂള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ടു എ സബ്സ്റ്റൻസ് to be sold by a retailer only the prescription of a registered medical practice. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിസിൻ സോൾഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തത് നമ്മൾ H1 ഡ്രഗ്സിലാണ് ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക് തേർഡും ഫോർത്തും ജനറേഷൻ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ H ആവട്ടെ H1 ആവട്ടെ ആ ഒരു പ്രിസ്ക്രിപ്ഷനിനകത്ത് എത്രയാണോ മെഡിസിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത്, എത്രയാണോ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, അത് മാത്രമേ നമ്മൾ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു H1 ഡ്രഗ് നമ്മളെപ്പോഴും ഒരാൾക്ക് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ രജിസ്റ്റേർഡ് നമ്മുടെ ഷോപ്പിലും ഹോസ്പിറ്റലിലായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആ വ്യക്തിയുടെ പേര്, പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറിൻ്റെ പേര്, എത്രയാണോ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ റെക്കോർഡിങ്ങിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിനാണ്. എന്തെങ്കിലും ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഈ ഒരു ഷെഡ്യൂൾ എച്ചും H1-ൻ്റെയും ഓക്സിലറി ലേബൽസിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എച്ചും H1 ഡ്രഗാണ്. എന്തുകൊണ്ടാണ് H1 ഡ്രഗിന് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ ഒന്ന് റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, സ്ട്രിക്ട്ലി ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെഡ്യൂൾ H1 ഡ്രഗ്സ് നമ്മൾ അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ബുക്സിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓക്സിലറി ലേബൽസ് ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. താങ്ക് യു.